മാണിക്കശ്ശേരി തറവാട്ടിൽ ആഘോഷം തന്നെയായിരുന്നു. ഇരട്ടി മധുരം എന്ന പോലെയായിരുന്നു കുൽസുവിൻ്റെ വിശേഷം. അതൊന്നുകൂടെ ഉറപ്പിക്കാൻ എന്ന പോലെ ഹോസ്പിറ്റൽ പോയി കൺഫേം ചെയ്തു. കുൽസുവിൻ്റെ വിശേഷം അറിഞ്ഞ അമ്മുവിന് പിന്നെ നന്ദൻ്റെ വീട്ടിൽ നിന്നുകൂടാ. എങ്ങനെയെങ്കിലും മാണിക്കശ്ശേരിയിൽ എത്തിയാൽ മതി എന്നായി. പിന്നെ ഇന്ദ്രൻ കാലവും അമ്മയും ഒക്കെ പറഞ്ഞിട്ടാണ് അവളൊന്ന് അടങ്ങിയത്. ജാനിക്കായിരുന്നു വലിയ സന്തോഷം. അവളായിരുന്നു ഉണ്ണിക്കും ഗായത്രിക്കും പിന്നെ നിമ്മിക്കുമെല്ലാം വിളിച്ചു പറഞ്ഞത്. എല്ലാവർക്കും വല്ലാത്ത സന്തോഷമായി. ആ നാട്ടിലെ ഒട്ടുമിക്കവരും ഇന്ദ്രൻ്റെ വീട്ടിലെ പുതിയ വിശേഷം അറിഞ്ഞു വന്നിരുന്നു. കുൽസുവിനും കാതിരിക്കും ആദ്യമൊക്കെ ഒരു വല്ലാത്ത നാണമായിരുന്നു. പിന്നെ പിന്നെ ഇന്ദ്രൻ്റെയും സൂര്യയുടെയും ക്ഷമയുടെയും പിന്നെ ആ നാട്ടുകാരുടെയും ഇടപെടൽ കൊണ്ട് ആ നാണം അങ്ങ് മാറിക്കിട്ടി. പക്ഷേ നമ്മുടെ കുൽസു പെണ്ണിനാകെ ചിരിക്കണോ കരയണോ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. തനിക്കൊരമ്മയാകാൻ കഴിയില്ല എന്നിടത്തു നിന്നും താനിപ്പോൾ ഒരമ്മയാകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് സന്തോഷം. പക്ഷേ ഈ പ്രായത്തിൽ ഒരമ്മയാവുക, അത് ആൾക്കാർ എന്തു പറയുമെന്നൊരെന്തോ ഒരു വല്ലായ്മ അവരിൽ നിറഞ്ഞു. ജാനിയുടെയും മായയുടെയും ഭാഗ്യക്കൊച്ചിൻ്റെയും ഒക്കെ ഇടപെടൽ കൊണ്ട് കുറേയൊക്കെ ആക്കിയെടുത്തു. അങ്ങനെ അന്നത്തെ സായാഹ്നം മനോഹരമായി തന്നെ അവസാനിച്ചു. ഇനി രാത്രിയുടെ മനോഹാരിതയിലേക്ക്. രാത്രിയുടെ യാമങ്ങളിൽ കാതറിൻ്റെ നെഞ്ചിൽ ചാരിക്കിടക്കുവാണ് കുൽസു. രണ്ടുപേരും ഒന്നും മിണ്ടുന്നേയില്ല. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം കുൽസു തന്നെ തുടക്കമിട്ടു. മാനുക്ക, ഇങ്ങക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ? തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മൗനം അവളെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. അവളുടെ കണ്ണുകൾ പിടഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. എനിക്ക് തോന്നുന്നുണ്ടോ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂന്ന്? എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ നെഞ്ചൊക്കെ കിടന്നു പിടക്കുക. എനിക്കിന്ന് പറയാനൊരവകാശി, അല്ലല്ല നമുക്ക് എന്ന് പറയാനൊരവകാശി. സത്യം പറഞ്ഞ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എൻ്റെ ജാനൂട്ടിന് വെറുതെ ചീത്ത പറഞ്ഞു. പക്ഷെങ്കിൽ അതിനങ്ങനത്തെ യാതൊരു ചിന്തയുമില്ലാട്ടോ. ഖാദർ വാചാലനയായി. ഓർമ്മ വെച്ച നാളു മുതൽ അനാഥത്വം അറിഞ്ഞവൻ. സ്വന്തമെന്നോ ബന്ധമെന്നോ ഇല്ലാത്തൊരനാഥ. ബാലത്തെ കൂടെ കൂട്ടി കൂടെ പിറപ്പിയായി കണ്ടു വളർത്തിയ ജിത്തു. അവനെ കിട്ടിയതിൽ പിന്നെ അനാഥത്വം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. എന്നാലും ഒന്ന് കുഴങ്ങിയ, അല്ലെങ്കിൽ മനസ്സ് വേദനിച്ച, തല ചായ്ക്കാൻ എൻ്റെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു താങ്ങായി ഉപ്പായി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. കുറുമ്പും കുസൃതിയും കാണിക്കാൻ സഹോദരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊന്നും കിട്ടില്ല എന്നറിഞ്ഞിട്ടും വെറുതെ ആഗ്രഹിച്ചു. പക്ഷേ എൻ്റെ മനസ്സ് പടച്ചോൻ അറിഞ്ഞിട്ടോ എന്തോ എൻ്റെ പെണ്ണിനെ എൻ്റെ കൺമുന്നിൽ തന്നെ എത്തിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സ് കീഴടക്കി എൻ്റെ രാജാത്തി. വിശപ്പും ദാഹവും നന്നെ കീഴടക്കി പറ്റി ക്ഷീണിച്ച മുഖവുമായി വന്നവളി ഇന്നും മിഴിവോടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ മനസ്സ് മനസ്സിലാക്കിയ ജിത്തു തന്നെ അവളെൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ നിൽക്കുമ്പോഴെല്ലാം ഓനെ കൊണ്ടായത്. പക്ഷെ ഞാൻ തളർന്നെന്നെ ആശ്രയിച്ച് കഴിയുന്ന എൻ്റെ കുടുംബം, അതെ എൻ്റെ കുടുംബം, എൻ്റെ കിച്ചുവിൽ നിന്ന് കിട്ടിയ എൻ്റെ കുടുംബം, എൻ്റെ പെങ്ങളും മക്കളും അടങ്ങിയ എൻ്റെ കുടുംബം. കിച്ചൻ്റെ മരണത്തോടു കൂടി ആ കുടുംബം മൊത്തം അനാഥത്വത്തിലേക്ക് പടുകുത്തിയിരുന്നു. അവിടുന്ന് പിടിച്ചുയർത്തി ഇന്ദ്രനെയും കുടുംബവും ഇന്നിവിടെ എത്തി നിന്നു. അന്നു മുതൽ എൻ്റെ കണ്ണൻ പറഞ്ഞ വാക്ക്, എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ തളർന്നു പോയി എന്നെ ചേർത്ത് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാനും എൻ്റെ അമ്മയും പെങ്ങന്മാരും സഹോദരനും എന്നോ അച്ഛനരിയിലെത്തിയിരുന്നേനെ. ശരിയാണ് അവൻ പറഞ്ഞത്. കാതറിൻ്റെ ചിന്തകൾ കാടുകയറി. അതങ്ങനെയാണ്. എന്തു തന്നെ ആലോചിച്ചു ചിന്തിച്ചു തുടങ്ങിയാലും അവസാനം എത്തിച്ചേരുന്നത് ഇന്ദ്രൻ്റെയും കുടുംബത്തിൻ്റെയും മേലെയാണ്. അതിപ്പോൾ കാതർ മാത്രമല്ല, കുൽസുവും അങ്ങനെ തന്നെ. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും തൻ്റെ പ്രിയപ്പെട്ടവരിനെയും ആലോചിച്ച് കിടന്ന നേരം അത് അവസാനിച്ചത് മാണിക്കശ്ശേരി തറവാട്ടിലെ ഓരോ മുക്കിലും മൂലയിലുമാണ്. അങ്ങനെ ഒരേ ചിന്തയിലൂടെ രണ്ടുപേരും തൻ്റെ ജീവനെയും ജീവൻ്റെ ജീവനെയും ചേർത്ത് പിടിച്ച് കുൽസുവും കാതറും മയങ്ങി. ജാനി ബാൽക്കണിയിൽ നിന്നും അച്ഛനെയും അമ്മയെയും വിളിച്ച് സംസാരിച്ചു. അവരിപ്പോൾ ഊട്ടിയിലാണ്. കൂടെ ലാലങ്ങളും രേവമ്മയുമുണ്ട്. കുൽസുവിൻ്റെയും അമ്മുവിൻ്റെയും വിശേഷം പറഞ്ഞ സമയം പോയത് തന്നെ അവർ അറിഞ്ഞില്ല. കാത്തിൻ്റെയും മീനുവിൻ്റെയും ചളിയും തള്ളും അത് വേറെ. അത് കഴിഞ്ഞ് നിമ്മിക്കും മനുവിനും വിളിച്ചു. പക്ഷെ റിങ് പോകുന്നുണ്ട്, അവരെടുത്തില്ല. പക്ഷെ മെസ്സേജ് വന്നു, അതും ചിന്ന ബിസി എന്ന് പറഞ്ഞ്. പിന്നെ ഒറ്റക്കണ്ണീർക്കിലുള്ള സ്മൈലിയും. അപ്പോൾ തന്നെ കാര്യം കത്തിയ ജാനി എൻജോയ് എന്ന് തിരിച്ച് റിപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഉണ്ണിക്കും ദിനുവിനും വിളിച്ചു. അവരോടും കത്തിവെച്ചിരുന്നു. വെക്കാൻ നേരം അവരെ മിസ് ചെയ്യുന്നുണ്ടെന്ന് വേഗം വരാൻ പറഞ്ഞു. അതിന് നിറഞ്ഞ സന്തോഷത്തോടെ തലയാട്ടി വരാമെന്ന് പറഞ്ഞു വെച്ചു.
പിന്നെ അമ്മുവിനും നന്ദുവിനും വിളിച്ച് അവരെയൊക്കെ സംസാരിച്ചു. പിന്നെയും അല്പനേരം കൂടെ അവിടെ തന്നെ ഇരുന്ന് ആകാശത്തേക്ക് നോക്കി അല്പനേരം ഇരുന്നു. അവിടെ ഒറ്റ നക്ഷത്രം അവളെ നോക്കി പുഞ്ചിരി തൂകുന്നത് കണ്ടു. പക്ഷേ പതിവിലുള്ള തിളക്കം ആ നക്ഷത്രത്തിൽ കാണാനില്ലായിരുന്നു. അത് കണ്ട് ജാനിക്ക് കുറച്ച് ദിവസമായിട്ട് താൻ കാണുന്ന പൂർണ്ണതയില്ലാത്ത സ്വപ്നം ഓർമ്മ വന്നു. പക്ഷെ അതപ്പോഴും അവൾക്ക് ആ സ്വപ്നം എന്താണെന്ന് ഓർത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ദ്രൻ കടയിലെ കണക്കും കാര്യവുമൊക്കെ നോക്കി ഡയറി മടക്കി വെച്ച് തിരിയുമ്പോഴാണ് ജാനി ബാൽക്കണിയിൽ നിന്നും വന്നത്. ഞാനൊന്ന് ഫ്രഷായി വരാം, അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. വേണ്ട, നീങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ജാനി അവൻ്റെ അരികിലേക്ക് നിർത്തിക്കൊണ്ട് അവളുടെ തോളിലേക്ക് മുഖാമർത്തി. അപ്പടി വിയർപ്പാണ് ദേവേട്ട. അല്പനേരം അങ്ങനെ നിന്ന് അവൻ്റെ മുടിയിലും പുറത്തുമൊക്കെ തലോടി കൊളുത്തുകൊണ്ട് അവൾ പറഞ്ഞു. സാരമില്ല, എനിക്ക് നിന്റെ വിയർപ്പിൻ്റെ മണം. അവളുടെ കഴുത്തിലേക്ക് മുഖം വെച്ചവൻ ആഞ്ഞു വലിച്ചു. വല്ലാത്തൊരു കിക്കാണ് മോളെ, വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു അവൻ. ജാനിയാകെ ചുവന്നു തുടുത്തു. അവൻ്റെ കഴുത്തിൽ അവളുടെ കൈ മുറുകി, മറ്റേ കൈ അവൻ്റെ പുറത്തും. അവളിൽ വരുന്ന മാറ്റം മനസ്സിലാക്കിയ ഇന്ദ്രന് ഒരു കുസൃതി തോന്നി. തൻ്റെ കരവലയത്തിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കി ഇന്ദ്രനിൽ കുസൃതി വന്നു ചേർന്നു. അവൻ അവൻ്റെ ചുണ്ട് കൂർപ്പിച്ച് പിടിച്ച് നേരിയ നിശ്വാസത്തോടെ അവളുടെ കവിളിലും കണ്ണിലും മുഖത്തും ആകമാനം തലോടി. ജാനി ഒരു പിടച്ചിലൂടെ കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ്റെ സ്ലീവ്ലെസ് ബനിയൻ പിടുത്തം മുറുക്കി. അവളുടെ ചുടികൾ മിറവുണ്ടു. ഇന്ദ്രൻ അവൻ്റെ കുസൃതിയിൽ തന്നെ മുഴുകിയതേ കൊണ്ട് ജാനിയിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചില്ല. അവൻ്റെ നിശ്വാസം അവളുടെ ചൊടിയിൽ വന്നു നിന്നപ്പോൾ അവളുടെ ചുണ്ടുകൾ അവനെ സ്വീകരിക്കാൻ എന്നോണം വിടർന്നു വന്നു. കണ്ണടച്ചു നിന്ന് ഇന്ദ്രൻ അത് കണ്ടതുമില്ല. പിന്നെ ചുണ്ടിൽ നിന്നും ചെവിയിലേക്ക് നീങ്ങി അവൻ്റെ നിശ്വാസം. ജാനി ഒന്ന് വിറച്ചുപോയി. അവളുടെ നെഞ്ചിടിപ്പ് ഉയർന്നു. അവളുടെ മാരണം അതിവേഗത്തിൽ ഉയർന്നു താഴ്ന്നു. അവനൊട്ടി നിൽക്കുന്ന ജാനിയൊരു പിഴപ്പ് മനസ്സിലാക്കിയ ഇന്ദ്രൻ പതിയെ കണ്ണു തുറന്ന് ജാനിയെ നോക്കി. കണ്ണുകൾ കൂമ്പിയടച്ച് ചുവന്നു തുടുത്തു നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ട് അവൻ്റെ ചൊടികൾ വിരിഞ്ഞു. അവൻ അവളുടെ കണ്ണുകളിൽ കുറച്ച് ശക്തിയിൽ തന്നെ ഊതി. ജാനി ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞെട്ടിയത് ഇന്ദ്രനായിരുന്നു. അവളുടെ കണ്ണുകളിലെ ഭാവം, കണ്ണുകൾ ചുവന്ന ചുണ്ടുകൾ വിറവൂണ്ട് നിൽക്കുന്നവളെ കാണി അവൻ്റെ ഓരോ രോമകൂപങ്ങളും എഴുന്നേറ്റു നിന്നു. വല്ലാത്തൊരു വശ്യതയായിരുന്നു. പാറു, അവൻ്റെ സ്വരം നേർത്തു. പക്ഷേ ജാനിയൊന്നും അറിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്താകമാനം ഓടി നടന്നു. അവളുടെ നോട്ടത്തിൽ തന്നെ ഇന്ദ്രൻ തളർന്നു തുടങ്ങി. നേരത്തെ ജാനിയിലായിരുന്ന പരവേശമെങ്കിൽ ഇപ്പോൾ ജാനിയുടെ നോട്ടത്തിൽ ഇന്ദ്രനാകെ വിയർത്തു. ദേവേട്ട. ഒട്ടൊരു നേരത്തിനു ശേഷം ജാനി പതിയെ വിളിച്ചു. ജാനിയുടെ വിളിയിൽ അവനൊന്ന് മൂളാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അതും ശബ്ദം പുറത്തേക്ക് വന്നോ എന്ന് തന്നെ അറിയില്ല. അത്രയും നേർത്തിരുന്നു. ഞാനൊന്ന് ചുംബിച്ചോട്ടെ? അവൻ്റെ ചുണ്ടിൽ നോക്കിക്കൊണ്ട് തന്നെ ജാനി വല്ലാത്തൊരു ഭാവത്തോടെ ചോദിച്ചത് കേട്ട് ഇന്ദ്രൻ്റെ നെഞ്ചിരിപ്പ് കൂടി. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകി. അവന് ശ്വാസം പോലും വിടാൻ കഴിഞ്ഞില്ല. അവൻ കണ്ണുകൾ അടച്ചു. അവൻ്റെ സമ്മതം കിട്ടിയതും ജാനി അവൻ്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്നുകൊണ്ട് തന്നെ ഒന്നുയർന്നു. അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ കൂടെ ഇഴഞ്ഞു കയറിയതും അവനൊന്ന് വിറച്ചു. അവൻ്റെ കൈകൾക്ക് മുറുക്കം പോരായെന്ന് തോന്നി. ജാനി ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടിലെത്തിയപ്പോൾ അവൻ്റെ തല അല്പം ചെരിഞ്ഞു. ചുണ്ടുകൾ വിടർന്നു. അവൾ അവൻ്റെ നേർത്ത് ചോര ചുവപ്പേർന്ന ചുണ്ടിലേക്കൊന്ന് നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. പെണ്ണിൻ്റെ നിയന്ത്രണം വിട്ടു. അവൾ രണ്ട് കണ്ണുകളും മുറുക്കെ അടച്ചു തുറന്നു. അവൾ അവളുടെ നാവ് കൊണ്ട് അവൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ നിന്ന് മുകളിലേക്കൊന്ന് തഴുകി. റൂമിൽ കറങ്ങുന്ന ഫാനിൻ്റെ തണുപ്പിലും പുറത്തുനിന്ന് വരുന്ന കാറ്റിൻ്റെ തണുപ്പിലും ഇന്ദ്രൻ നന്നായി വിയർത്തു. അവളുടെ ചുണ്ടിൻ്റെയും നാവിൻ്റെയും ചെറു ചൂടും നീരും അവനെ വല്ലാത്തൊരു ഉന്മാദത്തിലാക്കി. ജാനി ചുണ്ടിനെ മുഴുവനായും ഒരു കോണിൽ നിന്നും തഴുകി അതേ കോണിൽ തന്നെ എത്തിച്ചു. അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ കുത്തിപ്പിടിച്ച് കാലുകൾ നിലത്തൂന്നി അവൾ അവൻ്റെ ചുണ്ടിനെ തഴുകി. അവൻ്റെ തുറന്നു വന്ന ഭാഗത്തു കൂടിയും അവളുടെ നാവിനെ അരിച്ചിറങ്ങി. ഇന്ദ്രൻ ജാനി തീർത്ത മായിക ലോകത്തായിരുന്നു. നിന്ന നിൽപ്പിൽ നിന്ന് എപ്പോഴോ അവൻ അടുത്തുള്ള ചുവരിനെ ഒരു താങ്ങിനായി ആശ്രയിച്ചു. അല്പം കഴിഞ്ഞിട്ടും ജാനിയിൽ നിന്നും പ്രതികരണമൊന്നും കാണാനിട്ട് ഇന്ദ്രൻ പയ്യെ കണ്ണു തുറന്നു. അപ്പോൾ അവൻ്റെ നീല കുഞ്ഞി കണ്ണുകൾക്ക് ചുറ്റും വല്ലാത്തൊരു ചുവപ്പായിരുന്നു. അവൻ്റെ മുഖവും അതേ ചുവന്നിരുന്നു. അവൻ നോക്കിയപ്പോൾ കണ്ടു അവനെ നോക്കി ചുണ്ടിൻ്റെ കോണിലായി
വശ്യമായി ചിരുതൂകി ബാക്കിലേക്ക് ഓരോ അടി വെച്ച് പോകുന്ന ജാനിയെ അവളുടെ തുടുത്ത ചുണ്ടിലേക്കും ചുവന്ന മുഖത്തേക്കും നോക്കി അവനും പതിയെ നടന്നു. അവനിൽ വന്ന മാറ്റം കണ്ട ജാനി അവൻ്റെ മുഖത്തേക്കും അവൻ്റെ അരക്കട്ടിലേക്കും നോക്കി അവളുടെ നാവ് കൊണ്ട് അവളുടെ കവിളിൽ കൊട്ടിയോക്കി. അത് കണ്ട് ഇന്ദ്രൻ അവൻ്റെ വലതു കൈ കൊണ്ട് അവിടെ നിന്ന് തഴുകിക്കൊണ്ട് നാവിനാൽ അവൻ്റെ ചുണ്ടിനെ ഒന്നാകെ നനച്ചു. ഇടതു കൈ കൊണ്ട് അവൻ്റെ മീശ പിരിച്ചു വെച്ചു. ജാനി ചുണ്ടിനെ വശമായി കടിച്ചു പിടിച്ചു. അങ്ങനെ ഓരോ അടിവെച്ച് നടന്ന് എതിർവശത്തുള്ള അലമാരയിൽ തട്ടി നിന്നു. ഇന്ദ്രൻ അവൻ്റെ കൈകൾ അവൾക്ക് കുറുകെ വെച്ചു. അപ്പോഴും രണ്ടുപേരും കണ്ണുകളിൽ നിന്നുള്ള നോട്ടം മാറ്റിയിരുന്നില്ല. രണ്ടുപേരുടെയും മുഖത്ത് വല്ലാത്തൊരു ചൂടരിച്ചിറങ്ങി. ഇന്ദ്രൻ്റെ കണ്ണുകൾ നോക്കിക്കൊണ്ട് തന്നെ ജാനി സാരിയുടെ പിന്നഴിച്ചു. സാരി ഒന്ന് നിലത്ത് വീണു. ഇന്ദ്രൻ്റെ കൈകൾ അലമാരയുടെ മുകളിൽ നിന്നും അഴിഞ്ഞു. അവളുടെ ഇടുപ്പിൽ മുറുകി. അവൻ്റെ ഇടത്തെ കൈ അവൻ്റെ പൊക്കിൾ ചുഴിയിൽ വന്ന് വിശ്രമം കൊണ്ടു. ജാനി ഒന്ന് ഉയർന്നു പൊങ്ങി. ഇന്ദ്രൻ വേഗം അവൻ്റെ ബനിയൻ ഊരിയെറിഞ്ഞു. ജാനിയുടെ മുഖത്ത് ആകമാനം ചുംബിച്ചു. അവളുടെ കൈകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുഴുകി. അവിടെ ഉമിനീരിനാലും വിയർപ്പിനാലും കുതിർന്നു. അവസാനം ഒരു കിതപ്പോടെ അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിന്നു. അല്പനേരത്തിനു ശേഷം കിതപ്പൊന്നടങ്ങിയ രണ്ടുപേരും കണ്ണു തുറന്നു. ജാനി ഉയർന്നു വന്ന് അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ ചുണ്ടിനെ ഇണ ചേർത്തു. ഇന്ദ്രൻ ഒന്നുകൂടെ അവളിലേക്ക് അമർന്നു. അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ നെരിഞ്ഞമർന്നു. അവൻ്റെ കൈകൾ ഒന്ന് അവളുടെ പിൻകഴുത്തിലും മറ്റേത് അവളുടെ പൊക്കിൾ ചുഴിയിലും കുസൃതി കാണിച്ചു. അവളുടെ കൈകൾ അവൻ്റെ പുറത്തുകൂടെ ഓടി നടന്നു. രണ്ടുപേരും മത്സരത്തിലായിരുന്നു. ആ 4 ചുവരുകൾക്കുള്ള അവളുടെ ചുംബനത്തിൻ്റെയും ഫാനിൻ്റെയും ശബ്ദം മാത്രം നിറഞ്ഞു നിന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ കൂമ്പിയടഞ്ഞു. വേദനിക്കാതെ, സാവധാനം, എന്നാൽ വല്ലാത്തൊരാർത്തിയോടെ രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചു. ചുണ്ടിലെ സങ്കടം കഴിഞ്ഞ് അടുത്ത നാവുകൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു. ജാനിക്ക് തോന്നിപ്പോയി തൻ്റെ ആത്മാവിനെയാണോ അവൻ വലിച്ചെടുക്കുന്നത് എന്ന്. അത്രയ്ക്കും ഭ്രാന്തമായിരുന്നു ഇന്ദ്രനിൽ. അല്പനേരത്തിനു ശേഷം ശ്വാസം വിലങ്ങിയപ്പോൾ അവർ മനസ്സോടെ പിൻവാങ്ങി. പക്ഷേ ജാനി കണ്ണടച്ച് കിതപ്പ് മാറ്റുമ്പോഴേക്കും അവൻ വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. ജാനി കിടന്ന് പുളഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ തലയിൽ പിടിച്ച് അവളുടെ മാറിലേക്ക് അമർത്തി. ഇന്ദ്രൻ ഒന്നുയർന്നു വന്ന് അവളുടെ കഴുത്തിൽ മുഖമൊളിപ്പിച്ചു. അവിടെ അവൻ്റെ ചുണ്ടും നാവും പല്ലും കൊണ്ട് പുതുചിത്രങ്ങൾ വരച്ചു. ആ സമയം കൊണ്ട് അവൻ്റെ കൈകൾ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കെല്ലാം വലിച്ചു പൊട്ടിച്ചു. ആ സമയം ജാനി അവൻ്റെ ശരീരത്തെ ബാക്കി വന്ന എല്ലാം ഊരിയെറിഞ്ഞു. രണ്ടുപേരുടെയും ശരീരം ചൂടുപിടിച്ചു. അവൻ്റെ ചുംബനത്തിൽ ജാനി അവൻ്റെ ഷോളിൽ പിടിച്ചൊന്ന് ഉയർന്നു പൊങ്ങി. ഇന്ദ്രൻ ചാടി എണീറ്റ് അവളുടെ മുഖത്തേക്ക് സമ്മതത്തിനായി നോക്കി. അവൻ്റെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ട് അവൾ സമ്മതം അറിയിച്ചു. അവളുടെ ഒരു കാലടുത്തുള്ള മേശയിൽ കയറ്റി വെച്ചവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവൻ്റെയും അവളുടെയും ശീൽക്കാരം ആ റൂമിൽ നിറഞ്ഞു നിന്നു. രണ്ടുപേരും ഒരുമിച്ച് ആഞ്ഞു പുണർന്നു. അവൻ വീണ്ടും വീണ്ടും അവളിലേക്ക് ആഴ്ന്നിറങ്ങി. വിയർപ്പിനാൽ രണ്ടുപേരും നനഞ്ഞുതിർന്നു. ഏതോ ഒരു യാമത്തിൽ തളർന്ന അവളുടെ മാറിലേക്ക് തന്നെ അവൻ വീണിരുന്നു.